അനുമോള് കൊണ്ടുപോയി കേട്ടോ. ലാസ്റ്റ് ടൈം എപ്പിസോഡ് റിവ്യൂ ആണ്. ആക്ച്വലി ഈ ഒരു വിഷയത്തിനെ പറ്റി ഞാൻ കുറച്ചധികം ലൈവ് അപ്ഡേഷൻ തന്നതുകൊണ്ട് തന്നെ ആകെ മൊത്തം ടോട്ടലായിട്ടുള്ളൊരു വിശകലനം മാത്രമാണ് തരുന്നത്. സ്ഥിരമായി വഴക്കുണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതിനപ്പുറം ഇപ്പോൾ എപ്പിസോഡ് റിവ്യൂന്നോ ലൈവ് അപ്ഡേഷനൊന്നും ഒന്നും പറയേണ്ട കാര്യമില്ല. ദേ വന്നു പുതിയ വഴക്ക് എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. വഴക്കാണ് അവിടെ മെയിൻ. ഈ വഴക്കിടുകലാണ് സ്ട്രാറ്റജി എന്നോ അല്ലെങ്കിൽ അതാണ് കണ്ടന്റ് എന്നോ ഒക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് കുറേ എണ്ണം അതിനകത്ത് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. എന്ത് തന്നെ ആയാലും കൊള്ളാം, കുഴപ്പമില്ല, നമുക്കത് പറയാം. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള അനുവിൻ്റെ ആ ഒരു മാറ്റം, അതായത് അനുവിൻ്റെ ആ വൈകാരികമായ ഒരു പ്രകടനമുണ്ടല്ലോ. നമ്മളോട് വന്നവൾ പറയുന്ന താങ്ക് യു പറയുന്നുണ്ട്, ഓണത്തിന് ഞാൻ പായസം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, ഭയങ്കര സൂപ്പറായിട്ട് എല്ലാവരുടെയും ഉള്ളിലേക്ക് ഇടിച്ചിറങ്ങിയ ഒരു സംഗതിയാണ്. അനുവിനോട് ഭയങ്കര സപ്പോർട്ടാണ് പുറത്തുള്ളവർക്കെന്ന് അനുവിന് മാത്രമല്ല ആകെ മൊത്തം ബിഗ് ബോസ് ഹൗസിലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്നാലും 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവർക്ക് അരണബുദ്ധിയാന്ന് തോന്നുന്നു, മറന്നു പോകുന്നു, വീണ്ടും അനുവിനെ തന്നെ ആക്രമിക്കും. വാസ്തവത്തിൽ അനുവിന് ക്വാളിറ്റി ഉണ്ടായിട്ടാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അനുവിന് ഹൈപ്പ് കിട്ടുന്നതും മീഡിയ അറ്റൻഷൻ കിട്ടുന്നതും. മീൻസ് അവിടുത്തെ ഉള്ള ആ ക്യാമറകളെല്ലാം തന്നെ അനുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അനു മൗനമായിരുന്നാലും ക്യാമറ അങ്ങോട്ട് തന്നെ പോകുന്നത് അനു കാണാൻ വേണ്ടി പുറത്ത് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സത്യം തിരിച്ചറിഞ്ഞിട്ടാണ്. എല്ലാവർക്കും അനുവിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് വ്യക്തം. ആ വൈകാരിക ഷോ കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് പോയിട്ട് അനീഷിൻ്റെ അടുത്തേക്കാണ്. അനീഷ് പറഞ്ഞ ഒരു കാര്യം, അനീഷിന് ഇരിക്കുന്ന ചെയറിനെ ബേസ് ചെയ്തിട്ട് ആദിലെ നൂറേയും കാണിക്കുന്ന കുരുത്തക്കേട് അനീഷിന് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് അയാളൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. പറഞ്ഞല്ലോ, റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സംഗതി അങ്ങേർക്കുണ്ട്. അത് മാത്രമല്ല, ഒരിടത്ത് തന്നെ ഇരിക്കുക, ഇന്നത് ചെയ്യുക, ഇങ്ങനെ പോവുക, ഇങ്ങനെ നടക്കുക, അങ്ങനെ സ്പെഷ്യാലിറ്റി നിറഞ്ഞ ഒരു മനുഷ്യൻ. ആ സ്പെഷ്യാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അയാൾ ഇരിക്കുന്ന ഒരു ചെയറിനെ ബേസ് ചെയ്തിട്ട് ഒരേ തരത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി അയാളൊന്നും ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. ആ ഒരു കാര്യത്തിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആദിലയും നൂറയും അയാളൊരു കോമൺ മനുഷ്യനാക്കാൻ, അതായത് അവർക്കിടയിൽ ഒരാളാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം പൂർണ്ണ പരാജയമാണ്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് വിളിച്ച് ബിഗ് ബോസിനോട് പറയുന്നു. പക്ഷേ നിസ്സഹായനാണ് ബിഗ് ബോസ്. കാരണം ഇതിനകത്തൊന്നും ഒരു ഡിസിഷൻ എടുക്കാൻ ഒക്കത്തില്ല. അവിടെ എല്ലാവരും തുല്യരാണ്. അല്ല അനീഷിന് വേണ്ടിയിട്ട് ഒരു പരിഗണനയൊന്നും കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അത് അനീഷും കൂടെ മനസ്സിലാക്കണം. മസ്താനി പാഞ്ഞു വന്നൊരു കാര്യം പറയുന്നുണ്ട്, കരയല്ലേ അനീഷെ കരയല്ലേ എന്ന്. അതൊരു ടേമാണ് കേട്ടോ. ഒരാൾ പറയുമ്പോൾ അയാളോട് നീ കരയല്ലേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും. അപ്പോൾ സങ്കടം വരും, ശരി നമ്മൾ പറയണത് കരച്ചിലായിട്ടാണോ അവർക്ക് കേൾക്കുന്നത് എന്നൊരു ഫോം വരും. പക്ഷേ അനീഷ് അതിനെക്കാട്ടി മുകളിൽ ചിന്തിച്ചിട്ട് എന്നെ കരയിക്കാനാവില്ല, ഞാൻ ഇതുവരെയും കരഞ്ഞിട്ടില്ല, ഞാൻ എന്നിട്ട് കരയാനും പോകുന്നില്ല എന്ന് വാശിയോടുകൂടി പറയുകയാണ്. നല്ല തീരുമാനമാണ്. നമ്മൾ കരഞ്ഞ് മറ്റൊരാളുടെ മുമ്പിൽ കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു എന്ന് തന്നെയാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം അവരുടെ മുമ്പിൽ നമ്മളുടെ ഏറ്റവും വീക്കായ ഒരു പോയിന്റാണ് അവിടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും വീക്കാകുമ്പോഴാണല്ലോ നമ്മൾ കരയുന്നത്. എന്തിനാ ഇപ്പോൾ സന്തോഷപരപരം കഴിയുന്നവരുണ്ട്, എന്നാലും അത് നമ്മുടെ ഒരു വീക്ക് പോയിന്റാണ്. ആ സന്തോഷത്തിൽ നമുക്ക് എന്തോ ഒരു ഇതുണ്ട്, അതാണ് നമ്മുടെ ലൈഫ് എന്ന് പുറത്തുള്ളവർ അറിയുന്നതിന് തുല്യമാണല്ലോ ആ കരച്ചിൽ. അപ്പോൾ കരച്ചിൽ ഓൾവേസ് നമ്മളുടെ ഏറ്റവും വീക്ക് സെക്ഷൻ എന്ന് ഞാൻ പറയും. ഏതായാലും അത് ചെയ്യത്തില്ല എന്ന് അനീഷ് ശബ്ദമെടുത്തെടുത്ത് വളരെ വളരെ നല്ല ഒരു തീരുമാനമാണെന്ന് പറയാം. പിന്നെ ഈ ഒരു വിഷയം പറഞ്ഞ അനീഷിനെ ആക്രമിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടാണ് അനുമോള് ഒരാൾക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. ഇപ്പോൾ അവിടെ ഫൈറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ മിക്കവാറും അനുവിന് വേണ്ടിയാണ് പറയുന്നത്. ആദ്യമായിട്ട് അനീഷിന് വേണ്ടി സപ്പോർട്ട് പറയുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഒരു പക്ഷേ അനുവിന് കംഫർട്ട് സോൺ ആയത് അനീഷിൻ്റെ അടുത്തായിരിക്കാനാണ് ചാൻസ്. അതിൻ്റെ കാരണം ഈ ഒരു പായസം മേക്കിങ്ങിൻ്റെ കാര്യം ഡിസിഷൻ അറിയിക്കുന്ന സമയത്ത് അനുമോളെടുത്ത് കൂടുതൽ അടുത്ത് നിന്ന് അനുമോൾക്ക് അത്രയും പ്രോത്സാഹനം കൊടുത്ത അനീഷാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഈഗോ ഉണ്ടെങ്കിലും അനീഷിന് അതില്ല എന്നുള്ളത് പൂർണ്ണമായും ബോധ്യപ്പെട്ടത് അന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അനുമോള് അനീഷിന് വേണ്ടി സംസാരിക്കുന്നത്. അടുത്ത് തന്നെ ചാടി വീഴുന്നുണ്ട് നമ്മുടെ ഷാനവാസ്. അതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഷാനവാസിന് അത് ദഹിച്ചില്ല. അനീഷിനെ സപ്പോർട്ട് ചെയ്യണോ നീ, എന്നെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന്. ഇതാണ് എക്സ്പെക്റ്റേഷൻ മേക്സ് ആണ് എല്ലാവരെയും ഡിസപ്പോയിൻറ്റഡ്. എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു പ്രശ്നവുമില്ല. ഡിസപ്പോയിൻമെൻറ്റ് വരാനുള്ള മെയിൻ റീസൺ നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന നമുക്ക് ഒരു വിഷമം വരത്തില്ല എന്നുള്ളതാണ്. ഷാനവാസിനെ ബേസ് ചെയ്ത് പറഞ്ഞതാണ്. എനിക്കത് കുറച്ച് കൗതുകമായിട്ട് തോന്നി, അനുമോളുടെ ആ ഒരു മാറ്റം. പിന്നെ ശൈത്യയും അനുവും തമ്മിലുള്ള വഴക്ക്, ഞാൻ പറഞ്ഞില്ലേ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ലൈഫിലും മറ്റുള്ളവരും തമ്മിൽ വഴക്കുണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ക്ലിയർ ചെയ്യണമെന്നൊരു പാഠമാണ് കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിൽ കൂടെ എനിക്ക് മനസ്സിലായത്. മെയിൻ തിങ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി ശരത്താണ് ആര്യനോട് പറയുന്നത് പിന്നെ അനുമോൾക്ക് ഒരു അഫെയർ ഉണ്ടെന്നും, അഫെയർ എന്നല്ല പറഞ്ഞ, അനുമോൾ വളരെ വൃത്തികെട്ട രീതിയിൽ ജീവിച്ചൊരു പെണ്ണാണ് എന്നൊരു ഫോമാണ് അനുമോളെ പറ്റി ആര്യനോട്
അപ്പാനി ശരത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അന്ന് ഈ വർത്തമാനം പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ജിസേലാണ്. പക്ഷേ ജിസേലിന് അതൊക്കെ മറന്നുപോയി എന്ന് തോന്നുന്നു. ജിസേലിൻ്റെ ഉള്ളിലേക്ക് അനുമോൾ എന്ന വ്യക്തി ഒരു വെറും വൃത്തികെട്ട സ്ത്രീയായിട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പാനി മാത്രമാണ്. അപ്പോൾ അപ്പാനിയാണ് ഇതിനകത്ത് യഥാർത്ഥ വില്ലൻ. അനുമോളോ ആര്യനോ ശൈത്യയോ ഇവരാരുമല്ല. യഥാർത്ഥ വില്ലൻ അതിനകത്തുള്ള മടമ്പിയിലെ യഥാർത്ഥ ഭീകരൻ എന്ന് പറയുന്നത് അപ്പാനി ശരത്താണ്. തേണ്ടി അവനാണ് ആ പ്രശ്നം അത്ര ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇവർ രണ്ടുപേരുടെയും ഉള്ളിൽ, ആര്യൻ്റെയും ജിസേലിൻ്റെ ഉള്ളിൽ നല്ലൊരു വിഷം അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ സംസാരം നടക്കുന്നത്. പക്ഷേ അനുമോൾ തെറ്റിദ്ധരിക്കുന്നത് ശൈത്യയാണ് അവളുടെ ഫസ്റ്റ് അഫെയറിനെ പറ്റി പറയുന്നത്. അതായത് അവൾക്ക് പ്രീവിയസ് ഒരു അഫെയർ ഉണ്ടായിരുന്നു, അതൊരു വലിയ കുറ്റമൊന്നുമല്ല. അപ്പോൾ അത് പൊട്ടിപ്പൊളിഞ്ഞു പോയതാണ്. അതിനെപ്പറ്റി അവൾ സംസാരിക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അത് ശൈത്യ പറഞ്ഞു നടക്കുന്നു എന്നൊരു കിംവദന്തിയാണ് അവിടെ പ്രചരിക്കുന്നത്. അതിലാണ് അത് ഇനിഷ്യേറ്റീവ് എടുത്ത് അനുമോളെ കൊണ്ട് ശൈത്യയെ കൊണ്ട് അത് ക്ലിയർ ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായത് ആദിലയുടെ കാര്യം നോക്കി പോകുന്നായിരുന്നല്ലോ. ഇത് ക്ലാരിറ്റി വരുത്തണമെന്നോ കോംപ്രമൈസ് ആക്കണമെന്നോ എന്തിനാണ് ആദില തീരുമാനിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ശൈത്യയെ അവരുടെ ഗ്യാങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും, ശൈത്യയുമായിട്ടായിരിക്കും മെൻ്റലി കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ആദിലെന്ന് തോന്നുന്നു. അപ്പം ശൈത്യയും കൂടെ അവരുടെ ടീമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആദിലയായിരിക്കും കോംപ്രമൈസിന് നടക്കുക. എനിവേ എന്തായാലും അത് ഫ്ലോപ്പായി പോകുന്നു. അനുമോൾ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ആദില പറയുന്നു മസ്താനിയാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തത്, വേറെ ആരുമല്ല. മസ്താനി ഇന്നസെൻ്റ് ആണ് ഈ കാര്യത്തിൽ. മസ്താനി ആര്യയോട് വന്ന് പറഞ്ഞത്, പിന്നെ അനുമോളോട് വന്ന് പറഞ്ഞത് ഈ പുറത്ത് നടക്കുന്ന തനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, സൂചനകളാണ്. അതിന് ബിഗ് ബോസ് വിലക്കുന്നുമുണ്ട് അവളെ. ഇവിടെ പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന് അറിഞ്ഞോട്ടെ, നീ എന്തിനാ വീണ്ടും പറയുന്നത്, വീണ്ടും പറയുന്നത് പറഞ്ഞ് വിലക്കുന്നുണ്ട്. അപ്പോൾ അത് മസ്താനിയുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബിഗ് ബോസ്. പക്ഷെ അത് എറിച്ചില്ല. ബിഗ് ബോസിൻ്റെ ആ പ്ലാനും നടന്നില്ല, ആതിരയുടെ പ്ലാനും നടന്നില്ല, ആരുടെ പ്ലാനും നടന്നില്ല. മറ്റേ അനുമോള് മൗനമായിട്ട് അതിനെ ഫേസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ദർ ഈസ് എ പോയിന്റ്. എനിക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ടായിരുന്നു. 23 വയസ്സുകാരെ ചീള് ചെക്കനല്ലല്ലോ അവരുടെ അങ്ങനെ ഒരു അനുഭവത്തിനെ കുറിച്ച് പറയാനായിട്ട്. അവൻ പോകെ അവനിക്കും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം. ഇതിൽ അനുമോൾ എന്ന വ്യക്തി ആണുങ്ങൾക്ക് വേണ്ടി കാമദാഹിയായി നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള ഒരു ഫോമാണ് ആര്യനും അപ്പാനി ശരത്തും അവിടെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അതിന് തടയിടുക എന്നുള്ളത് അനുമോളുടെ ഉത്തരവാദിത്തമല്ല, അതിൻ്റെ ഉത്തരവാദിത്തം മോഹൻലാലിനും ബിഗ് ബോസിനുമാണ്. കാരണം അത്തരത്തിലൊരു പെൺകുട്ടിയെ അതിനകത്ത് കൊണ്ടുവന്ന് വൃത്തികെട്ടതാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകത്തില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് മനസ്സിലായത് ഇവന്മാർ പറയുന്ന കാമപ്രാന്തി എന്ന് പറയുന്നത് ജിസേലാണ്. അവളെ ഒന്നും പറയാനില്ല, വേണ്ട, എന്തിനാ വെറുതെ. അപ്പോൾ ശൈത്യ ഭയങ്കരമായിട്ട് വന്ന് അനുമോളെ അടിക്കാൻ കയറുന്ന കണക്കൊരു ടോക്കുണ്ട്. പക്ഷേ മേ ബി അനുമോൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ടാവാം, ബിക്കോസ് അവളുടെ പേഴ്സണാലിറ്റി ഇതൊന്നുകൊണ്ട് സംസാരിക്കായിരിക്കും. പക്ഷേ ശൈത്യയുടെ ഈ ഒരു മിസ്റ്റേക്ക് കാരണം തന്നെയാണ് ശൈത്യ ലൈഫിൽ എവിടെ എത്താതെ പോയി നിൽക്കുന്നതെന്ന് ഞാൻ പറയും. ശൈത്യ നന്നായി പ്ലേ ചെയ്തിരുന്നെങ്കിൽ അവിടെ നല്ലൊരു സ്പേസ് ശൈത്യയ്ക്ക് ഉണ്ടാകുമായിരുന്നു. അനുമോൾക്കൊപ്പം നിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല, തനിച്ച് നിന്ന് പൊരുതണമായിരുന്നു. സ്വൽബുദ്ധിയായിട്ട് നിന്നുകൊണ്ട് എന്തോ താൻ ഭയങ്കര പെർഫോമർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശൈത്യ കിടന്ന് തുള്ളുന്നുണ്ട്. ശൈത്യ ഒന്നും അല്ലാതായി തീരുകയാണ് ചെയ്തത്. അടുത്ത പ്രാവശ്യം ശൈത്യയെ പിടിച്ച് പുറത്താക്കണമെന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ശൈത്യ അഴിച്ച് പല്ല് താഴെ ഇടും എന്ന് പറഞ്ഞു. പല്ല് നിൻ്റെയും ഉണ്ട്, ഇതിൻ്റെയും പല്ല് താഴെ വീഴും എന്നുള്ളത് നീ മറന്നു പോകേണ്ടടി എരുമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പാനി ശരത്താണ് ആര്യയോട് ഈ കാര്യം പറഞ്ഞത്. അതിനെ റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ. അപ്പാനി ശരത്തൻ സ്വന്തം പെണ്ണുമ്പിള്ളയുടെ അടുത്ത് പറയാനുള്ളത് എനിക്ക് ഇത്രയേ ഉള്ളൂ. പെണ്ണുമ്പിള്ളെ, നിന്റെ മാപ്പിള പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ നാറിയുടെ കൂടെ കുറച്ച് കാര്യങ്ങൾ കാര്യമായിട്ടിരുന്ന് സംസാരിച്ചു കൊടുക്കുക കേട്ടോ. വീട്ടിലുള്ള പെണ്ണുങ്ങളെ പറയുന്നത് പോലെ പുറത്തുള്ള പെണ്ണുങ്ങളെ പറഞ്ഞാൽ അടിച്ച് പല്ല് കൊഴിക്കും എന്നുള്ളത് തർക്കം വേണ്ട. അവൻ പുറത്തിറങ്ങിയിട്ട് അനുമോളുടെ ജീവിതം നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. നീ പുറത്തിറങ്ങി നാറി എപ്പം മനസ്സിലാവും നിന്റെ ജീവിതം ഏത് കോഞ്ഞാട്ടയായിട്ടിരിക്കുകയാണെന്ന്. നിനക്ക് ഒരിടത്തും ഇനി ഒരു അവസരവും കിട്ടരുത്, നിന്നെ ഒരു മനുഷ്യനും കൂട്ടാനായിട്ട് പോലും ചേർക്കരുത്. അമ്മാതിരി നന്നായിട്ട് പൊളിഞ്ഞ് പാളീസായി നിൽക്കുകയാണ് അപ്പാനി ശരത്തെന്ന് പറയുന്ന കൃമി. പിന്നെ ശൈത്യ രണ്ടാമത് പറയുന്നൊരു കാര്യം, നിന്റെ സീരിയൽ ഡ്രാമയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി, അതൊരു തൊഴിലാണ് പെണ്ണെ. നീയും അതിലേക്ക് തന്നെയല്ലേ വന്നത്. നിന്റെ തൊഴിൽ എന്താണ്? നുണ പറച്ചിലല്ലേ? അഡ്വക്കേറ്റ്സ്, കള്ളന്മാരുടെ കൂട്ടായ്മയല്ലേടി അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത്. സത്യം പറയുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട് കേട്ടാ. എന്നാലും അപ്പോൾ നിന്റെ തൊഴിലിനെ വെച്ച് അവളെന്തെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ തൊഴിൽ വെച്ച് അവളെ കളിയാക്കുന്നത് ഡ്രാമ ക്യൂനാണ്. അഭിനയിക്കുന്നവരൊക്കെ ഡ്രാമ ക്യൂനാണെങ്കിൽ നീയും അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ അവിടെയുള്ള എല്ലാ എണ്ണവും അത് തന്നെയാണ്. അതിനകത്ത് പോയി അഭിനയിക്കുകയല്ലേ ചെയ്യും. നിങ്ങളുടെ റിയാലിറ്റി എന്താണെന്നുള്ളത് വീട്ടുകാർക്കല്ലേ അറിയാവുള്ളൂ. പോടി കള്ളികളെ. ഏതായാലും ശൈത്യ ആ പറഞ്ഞ പോയിന്റ് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തി എന്ന് പറയുന്ന കമൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. അതെന്തൊരു വർത്തമാനമാണ്, അവളെന്ത് സീരിയൽ ഡ്രാമ ക്യൂന, അതൊക്കെ മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, തിരുത്തേണ്ടതാണ്. എനിക്കറിയില്ല, ബിഗ് ബോസ് ഇത്തവണ മോഹൻലാലിനെ കൊണ്ടുവന്ന് മോഹൻലാൽ 2 ദിവസമൊന്നും പോരാ, അമ്മാതിരി സാധനങ്ങൾ അതിനകത്ത് ആയിട്ടുണ്ട്. എന്തരാവോ എന്തോ. അവസാനം അയാൾ പറയും ഞാൻ പ്രോബ്ലം, ഇതൊരു ഗെയിം അല്ലേ എന്ന് പറഞ്ഞിട്ട് പോകുന്ന രീതിയാണ് മോഹൻലാൽ സ്വീകരിക്കുന്നത്. എന്തരോ എന്തോ. എന്തായാലും ഇനി നടക്കുന്നതാണ്
എനിക്കിഷ്ടപ്പെട്ട ഒരു സെക്ഷൻ ലക്ഷ്മിയുമായിട്ടുള്ള ഫൈറ്റ്. ലക്ഷ്മി ബാത്റൂം ക്ലീനിങ്ങിൻ്റെ സെക്ഷനിലാണുള്ളത്. അപ്പോൾ അവിടെ വെച്ചൊരു തുണിയുടെ പ്രോബ്ലം, അതായത് അവിടെ ഒരു ഗുണ്ടാ ഗ്രൂപ്പുണ്ട്. ആ ഗുണ്ടാ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇപ്പോൾ പോകുന്നത്. മൊത്തത്തിൽ ഗുണ്ടയാണ്, ഗുണ്ടായിസം കൊണ്ടൊരു വിളയാട്ടമാണ് ഈ ഇവറ്റുകൾ. അതിൽ അപ്പാനി, അക്ബർ, ആര്യൻ, ജിസേൽ, ഇതിൻ്റെ കൂടെ കോ വർക്കേഴ്സായിട്ട് ബിന്നി, അതാണ് ഏറ്റവും വലിയ കീടം. പിന്നെ രണ ഫാത്തിമ, ഇവർ ഇത്രയും പേരാണ്. സൂപ്പറായിട്ടൊരു ഭയങ്കര ഗുണ്ടാ ടീം അതിനകത്തുണ്ട്. ഈ ഗുണ്ടാ ടീം ഒന്നിച്ചൊരു കാര്യം തീരുമാനിക്കുന്നു, ആളുകളെ ഉപദ്രവിക്കുന്നു, അവരെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു, അറ്റാക്ക് നടക്കുന്നു. മറ്റതൊക്കെ അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരിൽ നിന്ന് അവരെ സ്വന്തം സെൽഫ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഗ്രൂപ്പുകളാണ്. മറ്റതൊന്നും ഒരു സീരിയസ് ഗ്രൂപ്പല്ല, അതൊക്കെ എപ്പോൾ വേണമെങ്കിലും പൊളിയും. പക്ഷേ ഇവർ സ്ട്രോങ് ആൻഡ് ഗുണ്ട മെൻറ്റാലിറ്റി ഉള്ള ക്രിമിനൽസിൻ്റെ ഒരു കൂട്ടായ്മയെന്ന് ഞാൻ പറയും. അങ്ങനെയുള്ള കുറേ എണ്ണം. അപ്പോൾ ഇവർ ചേർന്നിട്ട് നമ്മുടെ ലക്ഷ്മി അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ഇറ്റ്സ് സോ അൺഫോർച്യൂൺ. അവർക്കിടയിൽ തന്നെയുള്ള ജിഷിൻ ഇവരെ കൂടെ നിന്നുകൊണ്ട് ലക്ഷ്മിക്ക് എഗൻസ്റ്റ് ആയിട്ട്, ഇവർക്ക് ഫേവറായിട്ടൊരു സംസാരം പറയുന്നുണ്ട്. പക്ഷേ അത് ലക്ഷ്മി പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ഈ പറഞ്ഞ കാര്യത്തിൽ തുണിയെടുത്ത് തൂരോട്ട് എറിഞ്ഞത് ഒരിക്കലും ശരിയായ നടപടിയല്ല. സോഫമേൽ വെച്ച തുണിയെടുത്ത് താഴെ ഇട്ടത് ശരിയല്ല, വൈറ്റ് ഡ്രസ്സാണ്. പക്ഷേ ലക്ഷ്മി അത് കൃത്യമായി വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വന്ന് ഓരോരുത്തരടുത്തും പറഞ്ഞു, കേട്ടില്ല. ഞാൻ അതിന് ശേഷം പിന്നെ ക്യാപ്റ്റൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തു, അവരും ചെയ്തില്ല. എനിക്ക് ക്ലീൻ ചെയ്യണം, എനിക്ക് ഇതും നോക്കിക്കൊണ്ട് നിൽക്കാനൊക്കത്തില്ല. സോ ഐ ഡിഡ് ഇറ്റ്. എനിക്കതിനകത്ത് ഒരു റോങ് ആയിട്ടുള്ള ഫീലിങ്ങും ഇല്ല, റിഗ്രഷനും ഇല്ല. ഞാൻ ഇതിനകത്ത് സോറി പറയത്തില്ല. സോറി പറയടി എടി. ഈ നായ്ക്കളെ ഉണ്ടല്ലോ വെളിയിൽ കൊണ്ടുവന്നിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യണം അവന്മാർക്കെതിരെ, സ്ത്രീത്വത്തിനെ അവമാനിക്കുന്നത്. കെടി എന്തുവാ കെടിന്ന് നിന്നെയൊക്കെ കടാന്ന് വിളിച്ചാൽ നല്ല സുഖം ഉണ്ടാവുക. നായ്ക്കളെ ഒന്നും പറയാനില്ല. അത്രയും വൃത്തികെട്ട കുറേ എണ്ണ. ഇതിൻ്റെയൊക്കെ വീട്ടിലെ വളർത്തു ദോഷം മാത്രമാണ് ആ കാണുന്നത്. എടി പറയടി, സോറി പറയടി. ആര്യൻ്റെ അടുത്തോ ഒരു ചെറ്റ കൂറയാണ് ചെറുക്കൻ. അവൻ്റെ അടുത്ത് സോറി പറയുന്നതിലും ഭേദം അവൾ ക്വിറ്റ് ചെയ്ത് പോകണമെന്ന്. ഷോ ക്വിറ്റ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആര്യനെ പോലെ ഒരു ചെവള പറക്കി കാപുറകിയുടെ അടുത്ത് ക്ഷമ പറയുന്നതിലും ഭേദം. ഏതായാലും സ്ട്രോങ് ആയിട്ട് ലക്ഷ്മി പറയണു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം, ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് ബോദർ എന്ന് പറയുന്നുണ്ട്. തിരിച്ച് അതിനേക്കാൾ വൾഗറായ കാര്യം ആര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കെടി എന്ന് വിളിച്ചുകൊണ്ട് വന്ന നാറികൾക്ക് അവനെതിരെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് തോന്നിയില്ലേ? അവർ സൈലൻ്റ്ലി അത് എൻജോയ് ചെയ്യാണ്. ആര്യൻ്റെ അടുത്ത് ഭയങ്കരമായി പുകഴ്ത്തിക്കൊണ്ടിരുന്നു, സൂപ്പർ. അതാണ് പ്രശ്നം. ഇതാണ് ബിഗ് ബോസ് എന്തെന്ന് മനസ്സിലാക്കാത്ത കൂറകൾ അതിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവിടെ നടക്കുന്ന എന്തന്യായത്തിനെതിരെയും ശബ്ദിക്കാൻ കഴിവുണ്ടാക്കണം. അത് സുഹൃത്ത് ചെയ്താലും പറയണം. അതാണ് നിയമം. അതറിയില്ല അവന്മാർക്ക്. സുഹൃത്ത് എന്തെങ്കിലും മോശം ചെയ്താൽ കുഴപ്പമില്ല, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. മറ്റുള്ളവർ ചെയ്താൽ അത് ഭയങ്കര കുഴപ്പം, അവർ നമുക്ക് കൊന്ന് തിന്നണം എന്നുള്ളതാണ്. ഏതായാലും ഇതിനകത്ത് ബിന്നി വന്നൊരു കമൻറ്റ് പറയുന്നുണ്ട്. നീ ഒരു കക്കൂസ് ടാങ്ക് ആണെന്നുള്ളതിൻ്റെ തെളിവാണടി ബിന്നി. അത് എന്താണെന്നറിയാമോ? കക്കൂസ് കഴുകാൻ വന്നവർ അത് ചെയ്യണം. ആ ബിഗ് ബോസ് ഹൗസിലേക്ക് കക്കൂസ് കഴുകാനാണോ ലക്ഷ്മി വന്നത്? അത് എന്ത് തരം ഇൻസൾട്ട് വർത്തമാനമാണത്? പിന്നെ കക്കൂസ് കഴുകുന്നൊരു വലിയ കുഴപ്പമാണോ? നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ കക്കൂസ് കഴുകില്ലേ? ഞാനിപ്പോൾ സെർവൻ്റ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ ബാത്റൂം ഞാൻ കഴുകുന്നതാണ് ഇഷ്ടം. കാരണം നമുക്കല്ലേ അറിയാവും എവിടെയൊക്കെ ഡേർട്ട് കൂടുതൽ ഉണ്ടാകും എന്നുള്ളത്. അപ്പം ഞാൻ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ കംഫർട്ടാവുന്നതാണ്. അത് കക്കൂസ് കഴുകില്ലെന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ഒരു വല്ലാത്തൊരു മാനറിസമാണല്ലോ, അല്ലാത്തൊരു മനുഷ്യത്വമില്ലായ്മ വർത്തമാനമുള്ള. അങ്ങനെ കഴുകുന്ന ഒരു ജീവിക്കുന്നില്ല. എന്താ കക്കൂസ് കഴുകുന്നതിൽ എന്താ തെറ്റിട്ടിരിക്കുന്നത്? നിങ്ങളുടെ കഴിപ്പറ കഴുകുക എന്ന് പറയുന്നത് അത്രയും വലിയ ഉന്നതമായ ഒരു കാര്യമാണെടാ. അത്രയും ഇതില്ലാതെ മനസ്സിൽ ഒരു ഇതില്ലാതെ പോയിരുന്ന് കഴുകുന്നില്ലേ? നമുക്ക് ബാത്റൂം കഴുകുന്നതിൻ്റെ ഞാൻ ശരിക്കും അന്നത്തെ ദിവസം പിന്നെ ഫുഡൊന്നും കഴിക്കാൻ തയ്യാറാകാറില്ല. നമുക്കുള്ളിലൊരു വെറുപ്പുണ്ടാകും. അപ്പോൾ അത്രയും പേരുടെ ബാത്റൂം അവർ കഴുകുന്നുണ്ടെങ്കിൽ അതൊരു ഗ്രേറ്റ് തിങ് അല്ലേ? അതിന് ബാത്റൂം കഴുകാൻ വന്നൊരു കഴുകിയാൽ മതി. എന്നൊക്കെ പെണ്ണാണോ എന്നുള്ളതാണ്. എവിടെയൊക്കെ ഉണ്ടല്ലോ, ഒന്നും പറയുന്നില്ല, വല്ല പറഞ്ഞാൽ കൂടിപ്പോവും. ചന്തപ്പുര മസ്താനി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റുമായി അക്ബർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ചന്തയ്ക്ക് പറഞ്ഞ ചന്ത കുടുംബത്തിലുള്ള ചന്തയാണ് അക്ബർ എന്ന് ഞാൻ പറയും. അത്ര വൃത്തികെട്ട ചന്ത സ്വഭാവമാണ്. ബിന്നിയും ആ വെസൽ ടീമിലുണ്ട്. വെസൽ ക്ലീൻ ചെയ്തില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. മസ്താനി പറയുന്ന ഒരു കമൻ്റ് ഉണ്ട് ലാസ്റ്റ് ബിഗ് ബോസിനെ നോക്കിയിട്ട്. ബിഗ് ബോസ് ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ സുഖം എന്ന് പറഞ്ഞിട്ട് അവൾ കിടന്നുറങ്ങുകയാണ്. അതായത് തിരിച്ചവർ പണി കൊടുത്തതാണ്. സൗകര്യം ഉണ്ടെങ്കിൽ കഴിവും. അപ്പോഴപ്പോഴാണ് കൊണ്ടുവന്നിട്ട് കഴുകാൻ സൗകര്യമില്ലെന്ന് പറയും. റൂൾ വിൽ ചേഞ്ച് എന്ന് പറയുന്നത്. അവനവൻ്റെ പാത്രം കഴുകാൻ അവനവൻ തയ്യാറാകണം. അതൊരു വലിയ കാര്യമാണ് മസ്താനി പറയുന്നത്. മസ്താനി എന്നല്ല, എല്ലാവരും അവരുടെ കൂട്ടത്തിലുള്ള വെസൽ ടീം എല്ലാം പറയണത്.
നിങ്ങൾ കഴിച്ച പാത്രം കഴിച്ച് തീരുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതങ്ങോട്ട് കഴുകി വെച്ചപ്പോൾ എന്താ കുഴപ്പം? അവനും തിന്ന പ്ലേറ്റല്ലേ, കൈകാലിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങോട്ട് കൊണ്ടുവരിക, കഴുകി അങ്ങോട്ട് വെക്കുക, അതിലിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? പിന്നെ ടാസ്കുകളൊക്കെ അതൊക്കെ കിഡിലോസ്കി ആയിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയത്തില്ല, അതിനകത്ത് ഇന്നതുണ്ട് ഇന്നതില്ല എന്നല്ല. ഓരോരുത്തരുടെ എബിലിറ്റി, ഓരോരുത്തരുടെ കോൺസെൻട്രേഷൻ, മൈൻഡൊക്കെ കൊണ്ടുകൊണ്ട് നല്ല പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായി ചെയ്തു എന്നാണ്. ഒനിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒനിൽ അവിടെ നിൽക്കേണ്ട ആളല്ല. വേസ്റ്റ് ഓഫ് ടൈമാണ്. നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നു, ഒരു സ്പേസ് വേസ്റ്റ് ചെയ്യുന്നതിനപ്പുറം ഒനിൽ പുറത്തു പോകേണ്ട ആളാണ്. രേണു സുധി, ഒനിൽ ഇവരൊക്കെ വേസ്റ്റായിട്ട് അവിടെ നിൽക്കുന്നതാണ്, സാബുമോനും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എപ്പിസോഡ് റിവ്യൂ. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. താങ്ക് യു. ഡു സപ്പോർട്ട് മീ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.